ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ദൃശ്യം 3 ടീസർ റിയാക്ഷൻ ആണ്. ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് 2026 എന്ന് നിസ്സംശയം പറയാം. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഇതിലൊക്കെ ഓൾറെഡി ഇന്ത്യയിൽ റീമേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രേക്ഷകരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മളെപ്പോലെ തന്നെ അവരും കാത്തിരിക്കുന്ന ഒരു ചിത്രം OTTയിൽ വന്നപ്പോൾ ഇത് 8 നിലയിൽ പൊട്ടും ദൃശ്യം 2 എന്ന് വിചാരിച്ച ചിത്രം. അങ്ങനെയാണ് ഞാൻ കണ്ടത്. അത് തന്നൊരു ഗൂസ് ബംസും ഒരു സർപ്രൈസും ബിലീവബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും മേക്കിംഗ് TV സീരിയൽ നിലവാരമാണെന്ന് പറഞ്ഞ് കളിയാക്കിയാലും അതിലൊരു ഫാമിലി ഡ്രാമയുണ്ട്, ആ കുടുംബത്തിൻ്റെ ബോണ്ടിങ് ഉണ്ട്, അവസാനം തരുന്ന സസ്പെൻസിൻ്റെ ഗൂസ് ബംസ് രക്ഷയില്ല, അന്യായ ഫീൽ. അതൊക്കെ കൊണ്ട് തന്നെ ഇനി തേർഡ് പാർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ഫാമിലി ഡ്രാമ ആണെങ്കിൽ കൂടെ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഈ പുള്ളി ജയിലിൽ പോവുകയാണ്. ഇല്ല, ജോർജ് കുട്ടി എന്തായാലും ജയിലിൽ പോവില്ല. ഇത്ര 2 പാർട്ടിൽ പോയില്ലല്ലോ, തേർഡിൽ കൊണ്ടുപോയി കലവടച്ചാൽ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയുണ്ട്. സിനിമ എങ്ങനെയായാലും അതൊരു നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ്. അതിൽ പറയാൻ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ മാത്രമേ ജിത്തു ജോസഫ് ഇറങ്ങിത്തിരിക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പുള്ളിയുടെ ഈ അടുത്ത കാലത്തായിട്ട് വന്ന പടങ്ങൾക്കൊക്കെ ചില പോരായ്മകളുണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ മേക്കർ, ആസ് എ റൈറ്റർ, പുള്ളിയോടുള്ളൊരു വിശ്വാസം 100% ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. പുള്ളിക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. പുള്ളി ഫീഡ്ബാക്ക് എടുത്ത് അതിൽ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാടുണ്ടാവും. അത്രയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു പ്രോജക്റ്റാണ്. ബട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടീസർ ഓഫ് ദൃശ്യം 3. യൂസ് ഇയർഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ആവശ്യമില്ല. 2013. അറിയാം, ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയല്ല ഇതിപ്പോ റീക്യാപ്പ് അല്ലേ. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ ആശീർവാദ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. ഓക്കെ, ഒരു പ്രോപ്പർ റീക്യാപ്പാണ്. നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെ. ഡയലോഗ് വരെ ഓർമ്മയുണ്ട്. 2026 ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. ഞാനാണേലും അങ്ങനെ ചെയ്യും. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൃശ്യം 3 ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ്. അടിപൊളി ടാഗ് ലൈൻ ആണല്ലോ. അതെ, പാസ്റ്റ് മിസ്റ്റേക്സ് എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഗീതാ പ്രഭാകർ ദേ ഹാവ് സെറ്റിൽഡ് ഇൻ അമേരിക്ക. സെറ്റപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ജാക്കറ്റൊക്കെ ഇട്ടിരിപ്പുണ്ട്. റൈറ്റർ ഡയറക്ടർ ജിത്തു ജോസഫ്. 21 May ദൃശ്യം 3. ഇപ്പോൾ പേടിയാ സാറേ, ഇനി ആരാ ഇങ്ങനെ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് സെക്യൂരിറ്റി രാജനായിരിക്കും. കാരണം ഒരു മനുഷ്യന് എന്ത് കൊടുത്താലും സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന്, അതിനിപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുത്തനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അവൻ ചിലപ്പോൾ 8ൻ്റെ പണി തരും. കാസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങേരുണ്ട് ആക്ച്വലി. പക്ഷേ അയാളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി ഒരു ആക്ച്വലി കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടാണ് ആദ്യം സിനിമയിൽ വരുന്നത്. പിന്നെയാണ് പുള്ളി ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ പേര്, ഇഫ് ഐ ആം നോട്ട് റോങ്, ഓക്കെ, അത് നമുക്ക് എന്തായാലും പിന്നെ കണ്ടുപിടിക്കാം. ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. പുള്ളി നല്ല ക്യാരക്ടർ റോൾസും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്തായാലും നമ്മുടെ സെക്യൂരിറ്റി രാജൻ ഫോറൻസിക് ലാബിൽ നിന്ന് എല്ലാം അടക്കം അടിച്ചുകൊണ്ട് വന്നപ്പോൾ പുള്ളിയാണ് മൊത്തത്തിൽ പണി കിട്ടിയത്. അപ്പോൾ പുള്ളി തന്നെയായിരിക്കും എല്ലാ കച്ചയും കെട്ടി പുള്ളി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ പുള്ളിയെ മുൻനിർത്തിയായിരിക്കും ഇനിയുള്ള കളികൾ വരാൻ പോകുന്നത്. ഒന്നുമില്ല, പുള്ളിക്കൊരു പ്രതികാരമുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ജെനുവിൻ. ഞാൻ പുള്ളിയുടെ കൂട്ടത്തിലാണ്. അത് ചിലപ്പോൾ ജോർജ് കുട്ടി എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വരുമായിരിക്കാം. ബട്ട് എനിവേസ്, സോ ഫാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതായിരിക്കില്ല, ചിലപ്പോൾ പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. ജോർജ് കുട്ടി എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇവർക്കിട്ട് ചെക്ക് വയ്ക്കുമ്പോൾ തിരിച്ച് ചെക്ക് വരും. ആ ചെക്കൊക്കെ ജോർജ് കുട്ടി എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ പുതിയ ക്യാരക്ടറോ അല്ലെങ്കിൽ പഴയതിൽ തന്നെ വിട്ട് എന്തെങ്കിലും കണ്ണികളോ തിരിച്ചു വരുന്നതായിരിക്കാം. ബട്ട് സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. പേടിയാണ് സാറേ എന്ന് പറയുമ്പോൾ പുള്ളി സാറെന്ന് വിളിച്ച് സംബോധന ചെയ്ത് സംസാരിക്കുന്ന മനുഷ്യൻ ആരായിരിക്കും? ഇങ്ങനെ കൺഫസ് ചെയ്യാൻ പാകത്തിന് ആരായിരിക്കും പുള്ളി സാറെന്ന് വിളിക്കുക? ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. പുള്ളി അങ്ങനെ ഈ രഹസ്യം പറഞ്ഞിരിക്കുന്ന ആകെ അറിയാവുന്നത് മറ്റേ കുഴിവെട്ടിയെടുത്ത അസ്ഥികൂടം എടുത്ത ടീമാണ്. പുള്ളി അപ്പോഴോ ഇപ്പോഴോ എന്ന് പറഞ്ഞ് കിടക്കുന്നു. അല്ലെങ്കിലും പുള്ളി വിധേയനാണ്.
പുള്ളി ഒരിക്കലും ജോർജ് കുട്ടിയെ കാട്ടിക്കൊടുക്കില്ല, അത് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും ചെയ്തിട്ടുണ്ട്. എനിവേസ്, അത് തുടങ്ങിയപ്പോൾ ഒരു റീക്യാപ്പ് കളിപ്പീര് തട്ടിക്കൂട്ടി ടീസർ എന്ന് വിചാരിച്ചത് നടത്തുമെന്ന് 2 പാർട്ടിലെയും പ്രസക്തമായ ഭാഗങ്ങൾ കാണിച്ച് മൂന്നാമത് ഒരു വലിയ ഹിൻഡ്, അല്ല ഒരു വലിയ അതിശയോക്തി, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്താണ് സംഭവം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതാണ് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഈ ടീസറിന് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഇറുക്ക്, അത് എന്തായാലും ജിത്തു ജോസഫിൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും ഭദ്രമായിരിക്കും. ലാലേട്ടൻ്റെ വോയിസ് ഓവറൊക്കെ നല്ല രസമുണ്ട്. ഐ മീൻ അതൊരു ഡയലോഗായിട്ട് തന്നെയായിരിക്കും, അത് ഈ സീനിന് വേണ്ടി എഴുതിയിരിക്കുന്നത്, മീൻസ് അത് കയറ്റിയിരിക്കുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ 2 പാർട്ടിലും പള്ളി കയറിയിട്ടില്ല, അല്ലേ? മീന മാത്രമേ ഉള്ളൂ പള്ളിയിൽ പോകുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത്. പുള്ളിയെ പള്ളിയിൽ എത്തിക്കണമെങ്കിൽ അതൊരു ചില്ലറ പ്രശ്നമല്ല. എനിവേസ്, കണ്ടറിയാം. കട്ട വെയിറ്റിംഗ് ഫോർ May 21st.